അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ KSEBയുടെ വൈദ്യുതിയും LPG ഗ്യാസും ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമതായി, വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് കണക്ട് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതായി KSEB അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് കണക്ട് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് 2026 മാർച്ച് 31 വരെ മാത്രമേ അവസരമുണ്ടാകൂ എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. അപേക്ഷ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവൽ വരുന്ന വ്യത്യാസമോ മൂലമോ വിതരണ ശൃംഖലയിലെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആയതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും. എല്ലാ വിഭാഗ LD ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്നാൽ ഏതെങ്കിലും നിയമപര അധികാരങ്ങളിൽ നിന്നും എതിർപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എതിർപ്പ് പരിഹരിച്ച ശേഷമേ ഈ പദ്ധതിയുടെ ഭാഗമായി ലോഡ് റെഗുലൈസേഷൻ അനുവദിക്കുകയുള്ളൂ. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപയോക്താക്കൾക്ക് wss.kseb.in എന്ന വെബ്സൈറ്റിലൂടെ കണക്ട് ലോഡ് റെഗുലൈസേഷൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ പൂരിപ്പിച്ച അപേക്ഷയും ഉപയോക്താവിന്റെ തിരിച്ചറിയൽ രേഖയും കണക്ട് ലോഡ് സംബന്ധിച്ച് ഡിക്ലറേഷന് നൽകി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു രേഖയും സമർപ്പിക്കാതെ പണച്ചിലവില്ലാതെ എല്ലാ വിഭാഗ ഉപയോക്താക്കൾക്കും ഈ അവസരം വിനിയോഗിക്കാം. അടുത്ത അറിയിപ്പ് വീട്ടിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. ഗാർഹിക പാചകവാതക സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഉപയോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാചകവാതക സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഓരോ ഉപയോക്താവും ഈക്വൈസി അല്ലെങ്കിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഭാവിയിൽ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്കും ഈ നടപടിക്രമം അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയും കീഴിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്ക് നിലവിൽ പ്രതിമാസം ഏകദേശം 300 രൂപയോളമാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 9 സിലിണ്ടർക്ക് വരെ മാത്രമേ ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കുകയുള്ളൂ. 10ാമതൊരു സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവ് അതിന്റെ വിപണി വില പൂർണ്ണമായും നൽകേണ്ടി വരും. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സബ്സിഡി നിലനിർത്തുന്നതിനായി 2026 മാർച്ച് 31 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ നിശ്ചിത തീയതിക്കുള്ളിൽ ഈക്വൈസി നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം സബ്സിഡി ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ ഗുണഭോക്താക്കൾ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി സബ്സിഡി ഇല്ലാത്ത സാധാരണ ഗ്യാസ് കണക്ഷൻ ഉള്ളവരുടെ കാര്യം പരിശോധിച്ചാൽ അവരും ഈക്വൈസി ചെയ്യുന്നത് വലിയ ഗുണം ചെയ്യും. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ അപ്രതീക്ഷിതമായ അപകടങ്ങൾ ഉണ്ടായാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഈ നടപടികൾ സഹായിക്കും. കൂടാതെ പാചകവാതകവുമായി ബന്ധപ്പെട്ട് മറ്റ് സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഭാവിയിൽ ലഭിക്കുന്നതിനും ഈക്വൈസി ആവശ്യമായി വന്നേക്കാം. മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ഉപയോക്താക്കൾ തങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഏജൻസികൾ നൽകുന്ന മറ്റ് ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ വഴി ഇത് പൂർത്തീകരിക്കാവുന്നതാണ്. മസ്റ്ററിംഗിനായി നിങ്ങൾ പോകുമ്പോൾ കണക്ഷൻ ഉടമയുടെ ആധാർ കാർഡ്, ഗ്യാസ് ബുക്ക്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായി കൈവശം കരുതണം. തുക കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായിട്ട് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഗ്യാസ് കണക്ഷൻ ഉടമ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉടമസ്ഥാവകാശം അർഹരായ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ പുതിയ ഉടമയുടെ പേരിൽ ഈക്വൈസി നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉജ്ജ്വല യോജന ആനുകൂല്യം ലഭിക്കുന്നവർക്കാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാൻ മാർച്ച് 31 വരെ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. കാരണം ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനൊക്കെ മസ്റ്ററിംഗ് ഒരു പ്രധാന ഘടകമായി വന്നേക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ ഒരു പ്രയോജനകരമായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.